Hi friends, welcome back to our channel Thasni's Kitchen. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ്ഗ് പൊറോട്ട റോൾ അല്ലെങ്കിൽ എഗ്ഗ് പൊറോട്ട സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് പൊറോട്ട റോളാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ അത് പോയിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള എഗ്ഗ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര റോളാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ചാണ് എഗ്ഗ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഒരു റോളാണ് ഞാനിവിടെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു എഗ്ഗ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും 3 ടീസ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊറോട്ട ചുട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ 2-3 വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ അതിലേത് വീഡിയോ കണ്ടാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ പോയിട്ട് കാണാം, പൊറോട്ട തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോയും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിൽ തന്നെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു എഗ്ഗ് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചുട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊറോട്ട ചൂടോടുകൂടി തന്നെ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എഗ്ഗ് പൊറോട്ടയിലേക്ക് നല്ലതായിട്ടൊന്ന് പ്രസ്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു എഗ്ഗ് മുഴുവനായിട്ടും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആ ഒരു എഗ്ഗ് പൊറോട്ടയിലൊക്കെ നല്ലതായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ലെച്ചൂസും അതുപോലെ തന്നെ ടൊമാറ്റോ, ഒനിയൻ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്ത് ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊറോട്ട എഗ്ഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു എഗ്ഗിന് മുകളിലായിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് സോസ് വേണ്ടത് അത്രയും നമുക്ക് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 സ്പൂൺ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെച്ചൂസ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും വെച്ച് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം ഫ്രഞ്ച് ഫ്രൈസ് വേണോ അതിനനുസരിച്ചൊക്കെ വെച്ച് കൊടുക്കാം. മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെച്ച് കൊടുത്തോളൂ, അവർക്ക് നല്ലതായിട്ട് ഇഷ്ടമാവും. ഇനി അതിന് മുകളിലേക്കായിട്ട് ഒനിയൻ, പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ, ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്കിത് റോൾ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിതിന് ഉൾവശം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് ബട്ടർ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു സോസൊക്കെ വരുമ്പോഴത്തേനും നമ്മളിത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു എഗ്ഗ് പൊറോട്ട സാൻഡ്വിച്ചിൻ്റെ അല്ലെങ്കിൽ എഗ്ഗ് പൊറോട്ട റോളിൻ്റെ സെയിം ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.